സ്വാഗതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അതായത് MGNREGA പദ്ധതിയുടെ പേരിൽ മാറ്റം വരുന്നു. പുതിയ പദ്ധതിയുടെ പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാക്കി മാറ്റുവാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയതായി അറിയിപ്പുണ്ട്. കുറഞ്ഞ ദിവസക്കൂലി 240 രൂപയാക്കി ഉയർത്താനും നീക്കമുണ്ട്. തൊഴിൽ ദിനങ്ങൾ 125 എണ്ണമാക്കി നിജപ്പെടുത്തുന്ന പൂജ്യ ബാപ്പു റോസ്ഗാർ യോജന ബിൽ കേന്ദ്രം കൊണ്ടുവരാനും പദ്ധതിയിടുന്നു. പദ്ധതിക്കായി 1.51 ലക്ഷം കോടി രൂപയാണ് നീക്കിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവിദഗ്ധ തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ നൽകുന്നതായിരുന്നു പദ്ധതി. നിലവിൽ 15.4 കോടി പേർ പദ്ധതിയുടെ ഭാഗമായി തൊഴിലെടുക്കുന്നുണ്ട്. ഇതിൽ 1/3 സ്ത്രീകളാണ്. 2005 ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത്. ഇത് 2009 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ പണപ്പെരുപ്പം വർദ്ധിക്കുമ്പോഴും ഗ്രാമീണ തൊഴിലുറപ്പ് ഫണ്ടുകൾ കുത്തനെ കുറഞ്ഞതായി കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിനുള്ള 527 കോടി രൂപ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലുടനീളം 9200 കോടിയിലധികം തുക കുടിശ്ശികയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ വിഹിതത്തിലുള്ള ആശങ്കാജനകമായ കുറവും പദ്ധതിയുടെ നടപ്പാക്കൽ ദുർബലമാകുന്നതും ആശങ്കയുളവാക്കുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. പണപ്പെരുപ്പവും ഗ്രാമീണ ദുരിതവും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും സമീപ വർഷങ്ങളിൽ തൊഴിലുറപ്പ് വിഹിതം വൻതോതിൽ കുറഞ്ഞുവെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ തൊഴിലുറപ്പ് ഫണ്ടുകളുടെ അന്തിമ റിലീസ് തുക കുത്തനെ കുറഞ്ഞുവെന്ന് സർക്കാർ ഡാറ്റകൾ വെളിപ്പെടുത്തുന്നു. 2020-21 അവസാനം റിലീസ് ചെയ്ത തുക 1,11,171 കോടിയായിരുന്നു. ഇത് 2021-22 98,468 കോടിയായും 2022-23 90,810 കോടിയായും 2023-24 89,268 കോടിയായും 2024-25 85,839 കോടിയായും കുറഞ്ഞിട്ടുണ്ട്. 2020-21 നിന്നും ഏകദേശം 25,000 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തുടനീളം ഇന്ധനവില, ഭക്ഷ്യവസ്തുക്കളുടെ വില, അവശ്യ ജീവിത ചെലവ് എന്നിവ വർദ്ധിച്ച സമയത്ത് തൊഴിലുറപ്പ് വിഹിതത്തിലെ ഈ കുറവ് ഗ്രാമീണ കുടുംബങ്ങളുടെ ജീവിത നിലവാരം തകർക്കുന്നതാണ്. എന്നാൽ ഇതേ കാലയളവിൽ MGNREGA പ്രകാരം ജോലി തേടുന്ന കുടുംബങ്ങളുടെ എണ്ണവും എല്ലാ വർഷവും കുറഞ്ഞു വരുന്നു. 2020-21 853.92 ലക്ഷം കുടുംബങ്ങൾ ജോലി ആവശ്യപ്പെട്ടിരുന്നു. ഇത് 2021-22 805.13 ലക്ഷമായും 2022-23 690.34 ലക്ഷമായും 2023-24 651.61 ലക്ഷമായും 2024-25 632.66 ലക്ഷമായും കുറഞ്ഞിട്ടുണ്ട്. 220 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ കുറവ് സൂചിപ്പിക്കുന്നത് ഫണ്ടിൻ്റെ അഭാവവും വേതന വിതരണത്തിലെ കാലതാമസവും ഗ്രാമതലത്തിൽ അനുഭവിക്കുന്ന ജോലികളുടെ കുറവും കാരണം പരിപാടി പരിമിതപ്പെടുത്തുന്നു എന്നതാണ്. കുറഞ്ഞ വിഹിതത്തിന് പുറമെ സംസ്ഥാനങ്ങൾക്ക് 9,200 കോടിയിലധികം രൂപ കുടിശ്ശികയായി ലഭിക്കാനുണ്ട്. 2025 ഡിസംബർ 5 കണക്കനുസരിച്ച് മെറ്റീരിയൽ ഘടകങ്ങൾക്ക്
7,863.37 കോടി രൂപയും വേതന ഘടകമായി 1,340.07 കോടി രൂപയുമായി ആകെ കുടിശ്ശിക 9,203.44 കോടി രൂപയാണ്. ഫണ്ട് കൊടുക്കാനുള്ള കാലതാമസം വേതനത്തിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്നതാണ്. കേരളത്തിനും വലിയ തുക കേന്ദ്രം കുടിശ്ശികയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് 187.82 കോടി രൂപയുടെ സാധന സാമഗ്രികളും 339.87 കോടി രൂപയുടെ വേതനവും നൽകാനുണ്ട്. ആകെ കുടിശ്ശിക 527.69 കോടി രൂപയാണ്. ഈ കാലതാമസം തൊഴിലാളികൾക്ക് യഥാസമയം വേതനം വിതരണം തടസ്സപ്പെടുത്തുന്നതിനും MGNREGA പദ്ധതിയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി ഒരു ജീവനാഡിയാണെന്നും ഉയർന്ന പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ദുർബലപ്പെടുത്തുന്നത് ദശലക്ഷക്കണക്കിന് മനുഷ്യരെയാണ്. വിഹിതത്തിലെ കുത്തനെയുള്ള ഇടിവും കുടിശ്ശികയും പദ്ധതിയെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രവണതയാണത്. തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കാനും കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പലയിടങ്ങളിൽ നിന്നും പ്രക്ഷോഭം ഉന്നയിച്ചിട്ടുമുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.